Hi students, Standard 8ലെ Chapter 8 അതിലെ Part 2 Chemistry of Seeds എന്ന ചാപ്റ്ററിലെ പ്രാക്ടിക്കൽസ് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അവഗാഡ്രോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അവഗാഡ്രോ ഈസ് എ molecular editing software that helps you create 3-dimensional models of molecules. It is maintained and is distributed under the leadership of the Open Chemistry Project. This helps a lot in understanding the basic concept related to molecular structure. Avogadro, ChemSketch, PyMol, PhET software are used for studies in this field. അപ്പോൾ നമുക്ക് ഈ ഒരു അവഗാഡ്രോ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ അവഗാഡ്രോ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡ്രോ ടൂളാണ് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെയുള്ള ഡ്രോ ടൂൾ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ എലമെൻറ്റ് എന്നുള്ളിടത്ത് ഓക്സിജൻ എടുത്തു. ഇനി ഓക്സിജൻ എടുത്തിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് റിമൂവ് ദ ടിക്ക് മാർക്ക് ഫ്രം അഡ്ജസ്റ്റ് ഹൈഡ്രജൻ ദെൻ ക്ലിക്ക് ഓൺ ക്യാൻവാസ് ആൻഡ് ഇൻക്ലൂഡ് ഓക്സിജൻ. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്യാം. ഇവിടെയുള്ള ടിക്ക് മാർക്ക് അഡ്ജസ്റ്റ് ഹൈഡ്രജൻ എന്നുള്ള ടിക്ക് മാർക്ക് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഓക്സിജൻ കാണിക്കുന്നുണ്ട് അവിടെ. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്ന എലമെൻ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സെലക്ട് ദ സെക്കൻഡ് എലമെൻറ്റ് ഹിയർ ഹൈഡ്രജൻ ഫ്രം എലമെൻറ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ദ ഫസ്റ്റ് ഓക്സിജൻ യു ആഡഡ് ടു ദ ക്യാൻവാസ് ടു കണക്ട് ഇറ്റ് ടു ദ ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് സെക്കൻഡ് എലമെൻറ്റിന് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നിന്ന് എലമെൻറ്റ് എന്നുള്ളിടത്ത് ഹൈഡ്രജൻ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടേക്ക് വെച്ചാലും മതി. ഇതിവിടെ കണക്ഷൻ കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നിന്നും കണക്ഷൻ കൊടുക്കുന്നു. ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആ ഒരു H2O എന്നുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈക്വലൈസ് ദ ബോണ്ടിങ് ആൻഡ് സ്പേസിങ് ബിറ്റ്വീൻ എലമെൻറ്റ്സ് അതിന് വേണ്ടിയിട്ട് എക്സ്റ്റെൻഷൻസ് ഓപ്പൺ വേബൽ ഓപ്റ്റിമസ് ജിയോമെട്രി എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എക്സ്റ്റെൻഷൻസ് ഓപ്പൺ വേബൽ എന്നുള്ളത് കൊടുത്തു. ഇവിടെ ഓപ്റ്റിമസ് ജിയോമെട്രി എന്ന് കൊടുത്തു. അപ്പോൾ ഇത് ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ലേബിൾസ് ടിക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ നിന്ന് ലേബിൾസ് ടിക്ക് കൊടുക്കുന്നു. അപ്പോൾ ഓരോന്നിൻ്റെയും നെയിമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ പ്രിപ്പയർഡ് മോഡലിനെ സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫയലിൽ സേവ് ചെയ്യുന്നു. നമുക്ക് വേണം നാവിഗേഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിനെ ജസ്റ്റ് മൂവ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ മാനിപ്പുലേഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ അതിൻ്റെ ലൊക്കേഷനൊക്കെ വേണമെങ്കിൽ ഒന്ന് മാറ്റി വെക്കുകയൊക്കെ ചെയ്യാം. വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യാം. ഇനി നാവിഗേഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് അതിനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ കാണാവുന്നതാണ്. ഇത് നമുക്കൊന്ന് സേവ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ്ന്ന് കൊടുക്കുന്നു. ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 8ൽ വാട്ടർ എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഒന്ന് തയ്യാറാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഫയലിൽ ന്യൂ എടുക്കുന്നു. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കാൻ വേണ്ടിയിട്ട് എലമെൻറ്റിൽ കാർബൺ എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ കാർബൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് 2 ഓക്സിജൻ്റെ ഇതാണ് വേണ്ടത്. അതിനായിട്ട് വീണ്ടും ഓക്സിജൻ എന്നുള്ളത് എടുത്തു. ഇതിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്സിജൻ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വാട്ടർ മോളിക്യൂളിൻ്റെതും ചെയ്തതാണ്. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ചെയ്തു. നാവിഗേഷൻ ഇൻ അവഗാഡ്രോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നിന്ന് നാവിഗേഷൻ ടൂൾ എടുക്കുന്നു. നേരത്തെ നമ്മൾ ചെയ്താണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. സൂം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മൗസിലെ വീല് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് സൂം ചെയ്തൊക്കെ കാണാം. അതേപോലെ തന്നെ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇതിനെ ഇങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യിക്കണമെങ്കിൽ മൂവ് ചെയ്യിക്കാം. അതേപോലെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിലൊക്കെ റൊട്ടേറ്റ് ചെയ്ത് കാണാവുന്നതാണ്. ഇനി അടുത്തത് റെസിപ്പി ഗ്ലൂക്കോസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഗ്ലൂക്കോസിൻ്റെ ഇതൊന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ന്യൂ വിൻഡോ എടുക്കാം. ടു ഒബിറ്റെയിൻ ദ മോളിക്കുലർ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് ഇൻ അവഗാഡ്രോ സെലക്ട് ബിൽഡ് ഇൻസേർട്ട് മോളിക്യൂൾ അതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ബിൽഡിൽ ഇൻസേർട്ടിൽ മോളിക്യൂൾ എടുത്തു. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഫിൽറ്റർ എന്നുള്ളിടത്ത് ഗ്ലൂക്കോസ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കാർബോഹൈഡ്രേറ്റ്സിൽ ഡി ഗ്ലൂക്കോസ് സി എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇൻസേർട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ അവിടെ വന്നിട്ടുണ്ട്. ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഇതിൽ നോക്കിയിട്ട് നിങ്ങളോട് ഇവിടെ ഏതൊക്കെ മോളിക്യൂൾ ഉണ്ടെന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്.
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ നാവിഗേഷൻ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ഏതൊക്കെ മോളിക്യൂളാണ് ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി. ഇനി ഓരോന്നിൻ്റെയും എണ്ണം ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഇവിടെ ഓരോ മോളിക്യൂളിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ എത്രയാണെന്നുള്ളതൊക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് നോക്കിയിട്ട് കണ്ടെത്താവുന്നതാണ്. എച്ച് ഹൈഡ്രജൻ എത്രയുണ്ട് ഇവിടെ ലേബൽ തന്നുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം. 1 2 3 4 5 6. ഇവിടെ ഹൈഡ്രജൻ എന്നുള്ളത് 12 ആണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ കാർബൺ 6ഉം കിട്ടിയിട്ടുണ്ട്, ഓക്സിജനും 6 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് കൃത്യമായിട്ട് അത് നമുക്ക് വേണ്ട രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഏതെങ്കിലും എലമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പീരിയോഡിക് ടേബിൾ കാണാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ പീരിയോഡിക് ടേബിൾ എടുക്കുന്നത് എക്സ്റ്റെൻഷൻസിൽ ഇവിടെ പീരിയോഡിക് ടേബിൾ ഉണ്ട്. അതെടുത്താൽ നമുക്ക് ഏതാണ് എലമെൻ്റ് എന്നുള്ളത് ഇവിടെ നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ എന്താണ് അതിൻ്റെ നെയിം എന്നൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് അവഗാഡ്രോ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.